പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ യേശു പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്. നാം എല്ലാവരും തന്നെ തെറ്റുകളിലും പ്രലോഭനങ്ങളിലും അകപ്പെട്ടു പോകുന്നവരാണ്. നാം അപ്പോൾ പറയുന്നത് എനിക്ക് തെറ്റുപറ്റി എന്നാണ്. എന്നാൽ യേശു പറയുന്നു, നിങ്ങൾക്ക് തെറ്റുപറ്റുന്നതിന് കാരണം ദൈവത്തിൻ്റെ വചനമോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ വീണ്ടും നാം തെറ്റുകളിൽ വീഴാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ള ആഴമായ ഒരു ജ്ഞാനം നമുക്ക് ഉണ്ടായിരിക്കണം. ഈ ജ്ഞാനം നമുക്ക് ബൈബിളിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. അപ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യം നമുക്ക് ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ വചനങ്ങൾ നാം ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് തെറ്റുകൾ പറ്റുകയില്ല. സങ്കീർത്തനങ്ങൾ 119:11 സങ്കീർത്തകൻ പറയുന്നുണ്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. തക്ക സമയത്ത് നമുക്ക് വചനം കിട്ടണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വചനം ഉണ്ടായിരിക്കണം. നാം വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരായിരിക്കണം. വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മുടെ അധരങ്ങളിൽ നിന്ന് വചനങ്ങളാണ് വരിക, നന്മയാണ് പുറപ്പെടുവിക്കുക. കാരണം ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. നമ്മുടെ നാവിനെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കും. 1 പത്രോസ് 3:10 തിരുവചനം പറയുന്നു, ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിനങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. ജെറമിയ 15:19 കർത്താവ് അരുളി ചെയ്യുന്നു, വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെ ആകും. നാം പലപ്പോഴും വ്യർത്ഥ ഭാഷണങ്ങളിലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും പരദൂഷണം പറഞ്ഞും നാം സമയം ധാരാളം കളയാറുണ്ട്. നാം മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുകയും അവരെ വിമർശിക്കുകയും അത് 10 ഇരട്ടിയാക്കി മറ്റുള്ളവരെ ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം മനുഷ്യർക്കുണ്ട്. അപ്പോൾ നാം വിശുദ്ധിയിലേക്ക് വളരണമെന്ന്, ആത്മീയമായി വളരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നാം ശ്രദ്ധിക്കണം. നാം എല്ലാവരും ദൈവഭക്തരാണെന്നും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്നും പറയാറുണ്ട്, അതിൽ അഭിമാനിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ നാവിനെ പലപ്പോഴും നാം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല. അഥവാ ശ്രമിച്ചാൽ നമുക്കതിന് കഴിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹ 1:26 പറയുന്നത്, താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമെത്രേ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വചനം നിറയ്ക്കുവാനും നാവിനെ നിയന്ത്രിക്കുവാനും നമുക്ക് കഴിയണം. അതിനായി ദൈവത്തിൽ ആശ്രയിക്കുകയും നമ്മുടെ നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം. നല്ലത് കാണാനും നല്ലത് പറയുവാനും നല്ലത് പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയുമ്പോഴാണ് നാം വിശുദ്ധിയിലേക്ക് വളരുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.